അദ്ധ്യായം 10. സായി ബാബയുടെ ജീവിത രീതിയും ഉറങ്ങുന്ന പലകയും. ഷിർദിയിലെ താമസവും ബാബയുടെ ഉപദേശങ്ങളും. ബാബയുടെ എളിയ ഭാവം. എളുപ്പവഴി. സായി ബാബയെ പ്രേമത്തോടു കൂടി ഓർമ്മിക്കുക. ബാബ നന്മ ചെയ്യാനായി സദാ ആത്മബോധത്തോടുകൂടി നിലകൊള്ളുകയാണ്. ബാബയുടെ ഓർമ്മ ജനന മരണങ്ങളെ പരിഹരിക്കുന്നതാണ്. ഇത് ചിലവില്ലാതെ സുഗമമായ സാധനയാണ്. ചെറിയ അധ്വാനം വലിയ ഫലം നൽകുന്നു. സ്വബുദ്ധി നിലനിൽക്കുന്നതുവരെ ഓരോ മിനിറ്റിലും നാം ഈ സാധന ചെയ്യേണ്ടതാണ്. മറ്റു ദേവന്മാർ നമുക്ക് കാണാൻ പറ്റാത്തവരാണ്. ഗുരു മാത്രമാണ് ഒരേയൊരു ദൈവം. സദ്ഗുരു പാതാരവിന്ദത്തെ സ്മരിച്ചാൽ ബാബ നമ്മെ നന്മയിലേക്ക് നയിക്കും. വേണ്ട പോലെ ഉപചരിച്ചാൽ നാം സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടും. ന്യായമീമാംസാദികളൊന്നും പഠിക്കേണ്ടതില്ല. ബാബ അമരത്തിലിരിക്കുമ്പോൾ ദുഃഖത്തിൻ്റെയും വേദനയുടെയും നദികളും കടലുകളും എളുപ്പം മുറിച്ചു കടക്കാൻ കഴിയും. കടത്തുകാരനെ പുഴയും കടലും കടക്കാൻ വിശ്വസിക്കും പോലെ സംസാര സാഗരം കടക്കുന്നതിൽ സദ്ഗുരുവെ വിശ്വസിച്ചാൽ മതി. സദ്ഗുരു ഭക്തന്റെ ഭക്തിയെ മാത്രം ശ്രദ്ധിച്ച് ജ്ഞാനവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. ബാബയുടെ ശയന സാമഗ്രികൾ. എവിടെ എങ്ങനെ ബാബ ഉറങ്ങിയിരുന്നുവെന്ന് നമുക്ക് നോക്കാം. നാനാ സാഹേബ് ഡേംഗ്ലെ 4 മുഴം നീളവും 1 മുഴം വീതിയുമുള്ള ഒരു മരപ്പലക ബാബയ്ക്ക് ഉറങ്ങാൻ കിടക്കാനായി കൊണ്ടുവന്നു. അത് നിലത്ത് വെച്ച് ഉറങ്ങുന്നതിന് പകരം ബാബ അത് പഴയ തുണിക്കഷ്ണങ്ങളെ കൊണ്ട് കെട്ടിത്തൂക്കി അതിന്മേൽ ഉറങ്ങാൻ തുടങ്ങി. തുണിക്കഷ്ണങ്ങൾ അത്രമാത്രം ബലഹീനവും പഴയതുമായതിനാൽ പലക തന്നെ എങ്ങനെ താങ്ങുമെന്ന തരത്തിലായിരുന്നു. അതിന്മേലാണ് ബാബയുടെ കിടപ്പ്. ബാബയുടെ ലീല എന്നേ പറയാവൂ. പലകയും ബാബയും എല്ലാം ഒരു തകരാറും കൂടാതെ ആ തുണിക്കഷ്ണത്തിന്മേൽ വീഴാതെ നിന്നു. പോരെങ്കിൽ ആ പലകയുടെ 4 മൂലയിലും ബാബ മൺവിളക്ക് കത്തിച്ചും വയ്ക്കും. അത് രാത്രി മുഴുവൻ കത്തിക്കൊണ്ടിരിക്കും. ബാബ ആ പലകയിലിരിക്കുന്നതും കിടക്കുന്നതും ഒരതിശയകരമായ കാഴ്ച തന്നെയായിരുന്നു. പലരും ജിജ്ഞാസുക്കളായി ബാബ കയറുന്നതും ഇറങ്ങുന്നതും സൂക്ഷിച്ചു നോക്കാൻ മസ്ജിദിൽ വന്നുകൂടി. പക്ഷേ ആർക്കും ബാബ കയറുന്നതോ ഇറങ്ങുന്നതോ കാണാൻ കഴിയില്ല. തിരക്ക് വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ ഒരു ദിവസം ബാബ പലക വലിച്ചെടുത്ത് തല്ലിപ്പൊളിച്ച് വലിച്ചെറിഞ്ഞു. ബാബയ്ക്ക് അഷ്ടസിദ്ധികളുമുണ്ടായിരുന്നു. അവ ബാബ ഒരിക്കലും പ്രവർത്തിപ്പിച്ചിരുന്നില്ല. ബാബയുടെ പൂർണ്ണത കൊണ്ട് അവ താനേ വന്നുകൊണ്ടിരുന്നു. സഗുണബ്രഹ്മം. ബാബ 3.5 മുഴം ശരീരത്തിലുള്ള ഉയരമുള്ള ഒരു സാധാരണ മനുഷ്യനെപ്പോലെ കാഴ്ചയിൽ തോന്നുമെങ്കിലും സായി ബാബ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊണ്ടു. ആന്തരികമായി നിസ്സംഗനും നിർമ്മയനുമായിരുന്നെങ്കിലും പുറമേക്ക് എല്ലാവരുടെയും ക്ഷേമത്തെ ശ്രദ്ധിച്ചിരുന്നു. ആന്തരികമായി ബ്രഹ്മസ്വരൂപമായിരുന്നെങ്കിലും പുറമേക്ക് മുൻകോപിയും ചുണ്ടിക്കാരനുമായി പെരുമാറി. ആന്തരികമായി അദ്വൈത ഭാവമായിരുന്നെങ്കിലും പുറമേക്ക് ലൗകികത്തിൽ പെട്ട പോലെ പെരുമാറി. ചിലപ്പോൾ എല്ലാവരോടും പ്രേമത്തിൽ പെരുമാറും. മറ്റവസരങ്ങളിൽ അവരെ കല്ലെറിയും. ചിലപ്പോൾ ചീത്ത പറയും. മറ്റവസരങ്ങളിൽ കെട്ടിപ്പിടിച്ച് ശാന്തമായി പെരുമാറും. എപ്പോഴും ബ്രഹ്മത്തിൽ ലയിച്ച് ഭക്തന്മാരുടെ കാര്യത്തിൽ ജാഗരൂകനായിരിക്കും. ഒരേ ആസനത്തിൽ ഇരിക്കലല്ലാതെ യാത്ര പോവൽ പതിവില്ല. കയ്യിലെല്ലായ്പ്പോഴും ഒരു ദണ്ടുണ്ടായിരിക്കും. ധനത്തിനും ഖ്യാതിക്കും ശ്രദ്ധിക്കാതെ ഭിക്ഷ യാചിക്കുമായിരുന്നു. അള്ളാ മാലിക് എന്ന് എപ്പോഴും പറയും. ഭക്തന്മാരോട് പൂർണ്ണവും അവിഛിന്നവുമായ പ്രേമമാണ്.
ബാബ ആത്മജ്ഞാനത്തിൻ്റെ വിളനിലമായിരുന്നു. അതായിരുന്നു സായിബാബയുടെ ദിവ്യരൂപം. ലോകതത്വം മുഴുവൻ സായിബാബയിൽ ഉടലെടുത്തു. അതറിയാവുന്നവർ മനസ്സിലാക്കി. മറ്റുള്ളവർ അത് മനസ്സിലാക്കാതെ കഷ്ടതയിൽ നിന്ന് മോചനമില്ലാതെ കഴിഞ്ഞു. ബാബയുടെ ഷിർദിയിലെ താമസവും ജനനകാലവും. ആർക്കും സായിബാബയുടെ മാതാപിതാക്കളെപ്പറ്റിയോ ജനനകാലത്തെപ്പറ്റിയോ കൃത്യമായി അറിഞ്ഞുകൂടാ. പക്ഷേ ഷിർദിയിലെ താമസം കൊണ്ട് ജനനകാലം കണക്കാക്കാം. 16 വയസ്സുള്ളപ്പോൾ ബാബ ആദ്യം ഷിർദിയിൽ വന്ന് 3 കൊല്ലത്തോളം താമസിച്ചു. പിന്നെ പെട്ടെന്ന് കാണാതായി. പിന്നെ ഔറംഗാബാദിൽ കണ്ടു. പിന്നെ ചാന്ദ് പട്ടേലിൻ്റെ കല്യാണ പാർട്ടിയോടൊപ്പം ഷിർദിയിൽ വന്നു. അന്ന് 23 വയസ്സുണ്ട്. പിന്നെ 60 കൊല്ലം ഷിർദിയിൽ താമസിച്ചു. 1918 മഹാസമാധിയായി. അതിൽ നിന്ന് ഏകദേശം ജനനകാലം 1838 അനുമാനിക്കാം. ബാബയുടെ ജീവിതോദ്ദേശവും ഉപദേശവും. ഋഷി രാമദാസ് 1608 മുതൽ 81 വരെ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു. യവനന്മാരിൽ നിന്ന് പശുക്കളെയും ബ്രാഹ്മണരെയും രക്ഷിക്കുന്ന കൃത്യം നിർവഹിച്ചു. പിന്നീട് 2 നൂറ്റാണ്ടിനുള്ളിൽ ഹിന്ദു മുസ്ലിം വിരോധം വർദ്ധിച്ചു വന്നു. അതു തീർക്കാനാണ് സായിബാബ വന്നത്. ബാബ സദാ പറയും, രാമനും റഹീമും ഒന്നു തന്നെയാണ്. അവർ തമ്മിൽ ലേശം പോലും വ്യത്യാസമില്ല. പിന്നെന്തിനാണ് അവരുടെ ഭക്തന്മാർ പിണങ്ങി മത്സരിക്കുന്നത്? നിങ്ങൾ വിവരമില്ലാതെ പ്രവർത്തിക്കരുത് കുട്ടികളെ. കൈകോർത്തു പിടിച്ച് 2 സമുദായങ്ങളും മൈത്രിയിൽ പ്രവർത്തിച്ചാൽ ദേശീയ ഐക്യം സാധ്യമാവും. മത്സരിക്കുന്നതും വാദിക്കുന്നതും നല്ലതല്ല. അതുകൊണ്ട് വാദിക്കാനോ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്താനോ നിൽക്കരുത്. നിങ്ങളുടെ താൽപ്പര്യത്തിലും നേട്ടത്തിലും ശ്രദ്ധിക്കുക. ഭഗവാൻ നിങ്ങളെ രക്ഷിക്കും. യോഗം, യാഗം, തപം, ജ്ഞാനം ഇവയാണ് ദൈവീകത്വം ലഭിക്കാനുള്ള മാർഗങ്ങൾ. ഇതിൽ നിങ്ങൾ വിജയിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അധ്വാനം വെറുതെയാണ്. ആരെങ്കിലും നിങ്ങൾക്കഹിതം പ്രവർത്തിച്ചാൽ പക വീട്ടാൻ ഒരുങ്ങരുത്. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്യുവിൻ. ഇതാണ് ബാബയുടെ ഉപദേശം. ഇത് ഭൗതികമായും ആധ്യാത്മികമായും നല്ലതാണ്. സായിബാബ സദ്ഗുരു. പല ഗുരുക്കന്മാരുണ്ട്. ചിലർ വീണയും ചെണ്ടയുമെല്ലാമായി വീട് തോറും കയറിയിറങ്ങും. അവർ മന്ത്രങ്ങൾ ഉപദേശിച്ചും ദൈവത്വം നടിച്ചും പണം കൈക്കലാക്കും. അവർ ഭക്തിയും മതതത്വങ്ങളും പഠിപ്പിക്കുമെങ്കിലും അവർക്ക് തന്നെ അതിനെപ്പറ്റി വലിയ ജ്ഞാനമുണ്ടായിരിക്കില്ല. അവർ ഭക്തഹീനരായും മതവിരുദ്ധരായും പെരുമാറുകയും ചെയ്യും. സായിബാബ ഒരിക്കലും കഴിവ് പ്രദർശിപ്പിച്ചിരുന്നില്ല. ദേഹചിന്ത ബാബയ്ക്കില്ലായിരുന്നു. ശിഷ്യരെ വളരെ പ്രേമമായിരുന്നു. 2 തരം ഗുരുക്കന്മാരാണ്. ഒന്ന് നിയത്, നിശ്ചയിക്കപ്പെട്ടവർ. 2 അനിയത്, യദൃച്ഛയ വരുന്നവർ. ഈ രണ്ടാമത് പറഞ്ഞവർ നമ്മിൽ സൽഗുണം വളർത്തി ഹൃദയശുദ്ധി വരുത്തി മുക്തിമാർഗത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ആദ്യ വിഭാഗത്തിൽപ്പെട്ടവർ നമ്മുടെ ദ്വന്ദ്വഭാവം കളഞ്ഞ് ഈശ്വര ഐക്യം വളർത്തി തത്വമസി എന്ന ഭാവം ഉണ്ടാക്കിത്തരുന്നു. മറ്റു പല ഗുരുക്കളും പല ലൗകിക കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നു. ആരാണ് ആത്മജ്ഞാനം തന്ന് സംസാരസാഗരം കടത്തിവിടുന്നത്? അവരാണ് സദ്ഗുരു. സായിബാബ അത്തരമൊരു സദ്ഗുരുവായിരുന്നു. ബാബയുടെ മഹാത്മ്യം അവർണ്ണനീയമാണ്. ആരെങ്കിലും ദർശനത്തിന് പോയാൽ ചോദിക്കാതെ തന്നെ അയാളുടെ ഭൂതം ഭാവി വർത്തമാന കാലങ്ങളിലെ കാര്യങ്ങളെല്ലാം പറയും. ബാബ എല്ലാ ജീവജാലങ്ങളിലും ദൈവത്വം ദർശിച്ചു.
മിത്രവും ശത്രുവും ബാബയ്ക്ക് ഒരേപോലെയായിരുന്നു. ബാബ സന്ദേഹരഹിതനായിരുന്നു. ബാബയ്ക്ക് ദേഹത്തിലോ ഗൃഹത്തിലോ താൽപ്പര്യമില്ലായിരുന്നു. ബാബ ഇതേ ജന്മത്തിൽ തന്നെ ജീവൻ മുക്തനായിരുന്നു. ബാബയെ ദൈവതുല്യം ആരാധിച്ച ഷിർദിയിലുള്ളവർ അനുഗ്രഹീതരാണ്. ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും പ്രവൃത്തിയെടുക്കുമ്പോഴും അവർ സായിയെ ഓർമ്മിച്ച് ബാബയുടെ അപദാനങ്ങൾ പാടി. അവർ അക്ഷരജ്ഞാനമില്ലാത്തവരെങ്കിലും അവരുടെ പരിശുദ്ധ പ്രേമം പ്രചോദനം നൽകിയാണ് അവർ ഈ ഗാനങ്ങൾ രചിച്ചത്. അവരുടെ പാട്ടുകൾ കവിത നിറഞ്ഞവയായിരുന്നു. വിവരമല്ല, പ്രേമമാണ് അത്തരം ഗാനങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിച്ചത്. ഈ ഗാനങ്ങൾ സമ്പാദിച്ച് സായി ലീലാമാസികയിലോ പുസ്തക രൂപേണയോ പ്രസിദ്ധീകരിക്കാൻ ബാബ അനുഗ്രഹിച്ച് ആരെങ്കിലും മുന്നോട്ട് വരട്ടെ. ബാബയുടെ എളിയ ഭാവം. ഭഗവാന് 6 ഗുണങ്ങളുണ്ട്. 1 കീർത്തി, 2 സമ്പത്ത്, 3 നിസ്സംഗത്വം, 4 ജ്ഞാനം, 5 മഹത്വം, 6 ഔദാര്യം. ബാബയ്ക്കിതെല്ലാം ഉണ്ടായിരുന്നു. ഭക്തന്മാർക്ക് വേണ്ടിയാണ് ബാബ മാനുഷരൂപം കൈക്കൊണ്ടത്. ബാബയുടെ ദയയും അനുഗ്രഹവും അതിശയകരമാണ്. ഭക്തന്മാരെ ബാബ ആകർഷിച്ചിരുന്നു. ഭക്തന്മാർക്ക് വേണ്ടി ബാബ അമൃതവാണി പൊഴിക്കുമായിരുന്നു. ബാബ ഒരിക്കൽ വിനീതമായി ഇപ്രകാരം പറഞ്ഞു: അടിമകളിലടിമയായ ഞാൻ നിങ്ങളുടെ കടക്കാരനാണ്. ഞാൻ നിങ്ങളുടെ ദർശനം കൊണ്ട് സംതൃപ്തനാണ്. നിങ്ങളുടെ പാദം എനിക്ക് കാണാൻ കഴിഞ്ഞത് വലിയ കാര്യമാണ്. ഞാൻ നിങ്ങളുടെ മലത്തിലെ കൃമിക്ക് തുല്യമാണ്. ഞാൻ അനുഗ്രഹീതനായി കരുതുന്നു. ഇതെന്തൊരു വിനയമാണ്! ഇതിൽ സായിക്ക് അപമാനകരമായി വല്ലതും തോന്നുന്നുവെങ്കിൽ അതിന് പരിഹാരമായി ബാബയുടെ നാമം ഉച്ചരിക്കുക. ഭോഗ്യങ്ങളിൽ ബാബയ്ക്ക് താൽപ്പര്യമില്ലായിരുന്നു. തിന്നുന്നതിൽ സ്വാദ് നോക്കലില്ല. കാണുമെങ്കിലും എന്താണ് കാണുന്നതെന്ന് താൽപ്പര്യമില്ല. ഹനുമാനെ പോലെ ബ്രഹ്മചാരിയായിരുന്നു. സായി പരിപൂർണനായിരുന്നു. ഒരു ഉദാഹരണം പറയാം. നാനാവല്ലി. ഷിർദിയിൽ പ്രത്യേകതരം സ്വഭാവക്കാരനായി നാനാവല്ലി എന്നൊരാളുണ്ടായിരുന്നു. അയാൾ ബാബയുടെ പ്രവൃത്തികളിലും മറ്റു കാര്യങ്ങളിലും ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ അയാൾ ബാബ ആസനസ്ഥനായിരിക്കുന്നവിടെ ചെന്ന് ബാബയോട് എഴുന്നേൽക്കാനും അയാൾക്ക് അവിടെ ഇരിക്കണമെന്നും പറഞ്ഞു. ബാബ ഉടനെ എഴുന്നേറ്റ് കൊടുത്തു. കുറച്ചവിടെ കയറിയിരുന്ന് എഴുന്നേറ്റ് നാനാവല്ലി ബാബയോട് ഇരുന്നോളാൻ പറഞ്ഞു. ബാബ ഇരുന്നതിൽ പിന്നെ നാനാവല്ലി നമസ്കരിച്ച് അവിടുന്ന് പോയി. ബാബയ്ക്ക് ഒരു വിഷമവും അതിൽ തോന്നിയില്ല. നാനാവല്ലി ബാബയുടെ വലിയ ഭക്തനായി. ബാബ സമാധിയായതിൻ്റെ 13-ാം ദിവസം അന്ത്യശ്വാസം വലിച്ചു. എളുപ്പവഴി ഋഷിമാരുടെ കഥ കേൾക്കലും അവരുടെ സംസർഗവും. സാധാരണക്കാരനെ പോലെ ബാബ പെരുമാറുമെങ്കിലും ബാബയുടെ പ്രവൃത്തികളിൽ അസാധാരണ സാമർഥ്യവും ബുദ്ധിശക്തിയും പ്രകടമായിരുന്നു. എന്തു ചെയ്യുന്നതും ഭക്തന്മാർക്ക് വേണ്ടിയായിരുന്നു. ആസനമോ അഭ്യാസമോ അനുഷ്ഠാനമോ മന്ത്രമോ ഒന്നും ബാബ നിർദ്ദേശിച്ചില്ല. ബാബ പറഞ്ഞത് എല്ലാ സാമർഥ്യവും ഉപേക്ഷിച്ച് സായി സായി എന്ന് മാത്രം സ്മരിച്ചാൽ മതിയെന്നാണ്. ബാബ നിർദ്ദേശിച്ച പ്രകാരം ചെയ്താൽ നിങ്ങളുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞ് സ്വതന്ത്രനാവാം. അഗ്നിഹോത്രം മുതലായത് ബ്രാഹ്മണർക്ക് മാത്രമാണ്. മറ്റുള്ളവർക്ക് അത് പ്രയോജനകരമല്ല. മനസ്സ് ചിന്താകുലമാണ്. ചിന്തിക്കാതിരിക്കാൻ മനസ്സിന് കഴിയില്ല. അതിന് ചിന്താവിഷയം കൊടുത്താൽ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചിരിക്കും. ഗുരുവെ ചിന്തിക്കാൻ കൊടുത്താൽ ഗുരുവെപ്പറ്റി ചിന്തിക്കും. നിങ്ങൾ ശ്രദ്ധാപൂർവം സായിയുടെ മഹത്വം കേട്ടു. ഋഷിമാരുടെ കഥ കേൾക്കൽ
മറ്റു സാധനങ്ങൾ പോലെ പ്രയാസമല്ലല്ലോ. അവ സംസാര ദുഃഖമകറ്റി ആധ്യാത്മികത്തിലേക്ക് നയിക്കുന്നു. അതിനാൽ ആ കഥകൾ ശ്രദ്ധിച്ച് സ്മരിച്ച് ധ്യാനിക്കുവിൻ. ഇത് ബ്രാഹ്മണനും താണജാതിക്കാരനും പുരുഷനും സ്ത്രീക്കും എല്ലാം കഴിയുന്നതാണ്. നിങ്ങൾ മറ്റു പ്രവൃത്തികളിൽ വ്യാപൃതരാണെങ്കിലും സായിയെ ഓർത്തുകൊണ്ടിരുന്നാൽ രക്ഷപ്പെട്ടു. ഇത് എളുപ്പവഴിയായിട്ടും എന്താണ് എല്ലാവരും അത് സ്വീകരിക്കാത്തത്? കാരണം ദൈവാനുഗ്രഹമില്ലെങ്കിൽ കഥ കേൾക്കാനും തോന്നില്ല എന്നതാണ്. ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം സുഗമവും സുസാധ്യവുമാകുന്നു. ഋഷിമാരുടെ കഥാശ്രവണം ഒരു തരത്തിൽ അവരുടെ സംസർഗമാണ്. ഋഷിമാരുടെ സമ്പർക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിസ്സംഗത്വം വളർത്തി മോക്ഷത്തിലേക്ക് നയിക്കുന്നു. നാമോച്ചാരണം മുതലായ സാധനകളിലെങ്കിലും ഋഷിമാരിൽ അഭയം പ്രാപിച്ചാൽ അവർ നിങ്ങളെ നയിച്ചുകൊള്ളും. അതിനാണ് ഋഷിമാർ പ്രത്യക്ഷപ്പെടുന്നത്. ഗംഗ, ഗോദാവരി, കാവേരി മുതലായ പുണ്യനദികൾ മറ്റുള്ളവരുടെ കളങ്കം കളഞ്ഞ് പരിശുദ്ധമാക്കുമ്പോൾ ഋഷിമാരുടെ പാദസ്പർശമേറ്റ് പരിശുദ്ധമാകാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഋഷിമാരുടെ മഹത്വം. ചിരകാല പുണ്യം കൊണ്ടാണ് നമുക്ക് സായി ബാബയെ കിട്ടിയത്. സായിയുടെ ആകൃതിയെ ധ്യാനിച്ച് ഈ അധ്യായം അവസാനിപ്പിക്കുക. മസ്ജിദിൻ്റെ ഒരറ്റത്ത് സുന്ദര കളയബരനായ സായി നിലകൊള്ളുന്നതായും ഓരോ ഭക്തനും ക്ഷേമത്തിനായി ഉദ്ധി കൊടുക്കുന്നതായും ധ്യാനിച്ച് ലോകകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പരമാനന്ദ സ്വരൂപിയായി നിലകൊള്ളുന്ന സായി ബാബയുടെ മുന്നിൽ വിനയത്തോടുകൂടി ദീർഘദണ്ഡ നമസ്കാരം ചെയ്യുക. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.